friends, welcome to Come on Children. Letter to God എന്ന ചാപ്റ്ററിന്റെ മൂന്നാമത്തെ ക്ലാസ് ആണിത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കഥയുടെ കുറച്ച് ഭാഗം പഠിച്ചു. 14 വരെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും എഴുതി അല്ലേ? കഴിഞ്ഞ ക്ലാസ്സുകൾ ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. 5ാം ക്ലാസ്സിലെ എല്ലാ യൂണിറ്റുകളുടെയും ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു ക്ലാസ് കാണുമ്പോൾ അതിന് തൊട്ട് മുൻപുള്ളതോ ശേഷമുള്ളതോ ആയ ക്ലാസ്സുകൾ കാണാൻ ആ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി. അതിൽ ആ യൂണിറ്റിലെ എല്ലാ ക്ലാസ്സുകളുടെയും ലിങ്കുകൾ കൊടുത്തിട്ടുണ്ടാവും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു കണ്ടത്? കഥ എവിടെ വെച്ചാ നിർത്തിയത്? യെസ്, Lenjo's cornfield was destroyed by hailstorm and he wrote a letter to God for help. ലെഞ്ചോ ദൈവത്തോട് എന്താണ് ആവശ്യപ്പെട്ടത്? യെസ്, 100 pesos. Did Lenjo get money? ലെഞ്ചോയ്ക്ക് പണം കിട്ടിയോ? Who helped him? ആരാണ് ലെഞ്ചോയെ സഹായിച്ചത്? യെസ്, the postmaster who read Lenjo's letter helped him by sending 70 pesos. പോസ്റ്റ് മാസ്റ്റർ ആണ് ലെഞ്ചോയെ സഹായിച്ചതല്ലേ? അദ്ദേഹം തൻ്റെ സ്വന്തം കയ്യിൽ നിന്നും പോസ്റ്റ് ഓഫീസിലെ മറ്റ് എംപ്ലോയീസിന്റെ കയ്യിൽ നിന്നുമൊക്കെ കുറേശ്ശെ പണം ശേഖരിച്ച് 70 പൈസോ ആക്കി ലെഞ്ചോയ്ക്ക് അയച്ചു കൊടുക്കുന്നു. വിൽ ലെഞ്ചോ ബി ഹാപ്പി വെൻ ഹി ഗെറ്റ്സ് മണി? പണം കിട്ടുമ്പോൾ ലെഞ്ചോയ്ക്ക് സന്തോഷമാവുമോ? നമുക്ക് നോക്കാം. പേജ് നമ്പർ 42. ഗോഡ് റിപ്ലൈസ്. ഞാൻ ഫസ്റ്റ് പാരഗ്രാഫ് വായിക്കാം, എന്നിട്ട് വിശദീകരിക്കാം. നിങ്ങൾ ഉച്ചാരണവും മീനിങ്സും എല്ലാം ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. God replies, the following day, Lenjo went to the post office earlier than usual. He asked the postman if there was a letter for him. The postman handed a letter to him. The postmaster looked on from the doorway of his office. ഇനി വിശദമായി നോക്കാം. Lenjo was waiting for God's reply. He was eager to get it. ലെഞ്ചോ ദൈവത്തിന്റെ മറുപടിക്കായി കാത്തിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് മറുപടി കിട്ടാൻ തിടുക്കമായി. So the next day, the following day, Lenjo went to the post office earlier than usual. He reached the post office early in the morning. കത്ത് കിട്ടാനുള്ള തിടുക്കത്തോടെ ലെഞ്ചോ പിറ്റേ ദിവസം രാവിലെ പതിവിലും നേരത്തെ പോസ്റ്റ് ഓഫീസിലെത്തി. He asked the postman if there was a letter for him. എന്നിട്ട് പോസ്റ്റ്മാനോട് തനിക്ക് എഴുത്ത് വല്ലതുമുണ്ടോ എന്ന് അന്വേഷിച്ചു. The postman handed a letter to him. ലെഞ്ചോ പോസ്റ്റ് ഓഫീസിലേക്ക് വരുന്നത് കണ്ടപ്പോഴേ പോസ്റ്റ്മാന് ആളെ മനസ്സിലായി. ദൈവത്തിന് കത്തയച്ച ആളാണ്, ദൈവത്തിന്റെ മറുപടിക്കായിട്ടാണ് അയാൾ വരുന്നത് എന്ന്. പോസ്റ്റ്മാൻ വേഗം പോയി പോസ്റ്റ് മാസ്റ്റർ റെഡിയാക്കി വെച്ച ആ എൻവലപ്പ് എടുത്ത് ലെഞ്ചോയ്ക്ക് കൈമാറി. അപ്പോൾ പോസ്റ്റ് മാസ്റ്റർ എന്ത് ചെയ്തു? The postmaster looked on from the doorway of his office. ലെഞ്ചോയ്ക്ക് സന്തോഷമായോ എന്നറിയാനായി പോസ്റ്റ് മാസ്റ്റർ അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ വാതിൽപ്പടിയിൽ നിന്ന് ലെഞ്ചോയെ നോക്കി. What was Lenjo's response when he got the money? Was he surprised? Was he happy? എന്തായിരുന്നു പണം കിട്ടിയപ്പോൾ ലെഞ്ചോയുടെ പ്രതികരണം? പണം കണ്ട് ലെഞ്ചോ അത്ഭുതപ്പെട്ടോ? അയാൾക്ക് സന്തോഷമായോ? നമുക്ക് അടുത്ത പാരഗ്രാഫ് വായിച്ചു നോക്കാം. Lenjo showed not the slightest surprise on seeing the money. Such was his confidence. But he became angry when he counted the money. God could not have made a mistake. Children, what was Lenjo's response when he saw the money? പണം കണ്ടപ്പോൾ ലെഞ്ചോയുടെ പ്രതികരണം എന്തായിരുന്നു? യെസ്, ലെഞ്ചോ was not at all surprised because he was sure, he was confident that God would send him money. പണം കണ്ടപ്പോൾ ലെഞ്ചോയ്ക്ക് ഒട്ടും അത്ഭുതം തോന്നിയില്ല. കാരണം ദൈവം പണം അയച്ചു കൊടുക്കുമെന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു. അയാൾ ആ പണവും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒന്ന് കിട്ടുമ്പോഴാണ് നമുക്ക് അത്ഭുതം തോന്നുക അല്ലേ? പക്ഷേ ലെഞ്ചോ അത് പ്രതീക്ഷിച്ചിരുന്നു. Lenjo showed not the slightest surprise on seeing the money. Such was his confidence. പണം കണ്ടപ്പോൾ ലെഞ്ചോ വളരെ ചെറിയ നേരിയ ഒരു അത്ഭുതം പോലും കാണിച്ചില്ല. കാരണം അത്രയ്ക്കായിരുന്നു അയാളുടെ ആത്മവിശ്വാസം. പണം കിട്ടുമെന്നുള്ള ഉറപ്പ് അയാൾക്ക് അത്രമാത്രം ഉണ്ടായിരുന്നു. But he became angry when he counted the money. പക്ഷേ പണം എണ്ണി നോക്കിയപ്പോൾ ലെഞ്ചോയ്ക്ക് ശരിക്കും ദേഷ്യം വന്നു. കാരണം എന്താ? 100 പൈസോ ചോദിച്ചിട്ട് അതിലാകെ 70 പൈസോയേ ഉള്ളൂ അല്ലേ? God could not have made a mistake.
ദൈവത്തിന് അബദ്ധം പറ്റിയതായിരിക്കില്ല. ദൈവത്തിന് ഒരിക്കലും ഒരു അബദ്ധം, തെറ്റ് സംഭവിക്കില്ല അല്ലേ? പിന്നെ എന്തു പറ്റിയതാവും? പണത്തിൽ എങ്ങനെ കുറവുണ്ടായി? ഇതാണ് ലെഞ്ചോ ചിന്തിക്കുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കൂ. Immediately, Lencho went up to the window to ask for paper and ink. He sat at the public writing table. He started to write. When he finished, he went to the window to buy a stamp. He licked the stamp and then affixed it on the envelope with a thumb of his fist. The moment the letter fell into the mailbox, the postmaster went to open it. മുഴുവൻ പണവും കിട്ടാതെ ദേഷ്യം വന്ന ലെഞ്ചോ ദൈവത്തിന് ഒരു കത്ത് കൂടി എഴുതുകയാണ്. Immediately, Lencho went up to the window to ask for paper and ink. പണം എണ്ണി നോക്കി മുഴുവൻ തുകയുമില്ല എന്ന് മനസ്സിലായ ഉടനെ ലെഞ്ചോ പെട്ടെന്ന് തന്നെ ജനലിനടുത്തേക്ക് ചെന്ന് ഒരു പേപ്പറും മഷിയും ആവശ്യപ്പെട്ടു. മറ്റൊരു കത്ത് എഴുതാനാണ്. He sat at the public writing table and started to write. പോസ്റ്റ് ഓഫീസിൽ വരുന്ന പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ഒരു മേശയും കസാരയും ഉണ്ട് അവിടെ. അവിടെ ഇരുന്ന് ലെഞ്ചോ എഴുതാൻ തുടങ്ങി. When he finished, he went to the window to buy a stamp. What did Lencho do after writing the letter? Very good. After finishing the letter, Lencho bought a stamp to affix to stick on the letter. കത്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ സ്റ്റാമ്പ് ഒട്ടിക്കണം അല്ലേ? എഴുത്ത് പൂർത്തിയായപ്പോൾ ലെഞ്ചോ അവിടെ നിന്ന് എണീറ്റ് വീണ്ടും ജനലിനടുത്തേക്ക് ചെന്നു. എന്നിട്ട് ഒരു സ്റ്റാമ്പ് വാങ്ങി. He licked the stamp and then affixed it on the envelope with a thumb of his fist. ലെഞ്ചോ സ്റ്റാമ്പ് എൻവലപ്പിൽ ഒട്ടിക്കാൻ പോവാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ കയ്യിൽ പശയില്ല. അപ്പോൾ എന്ത് ചെയ്തു എന്നറിയോ? He licked the stamp. ആ സ്റ്റാമ്പിന്റെ പിൻവശം മെല്ലെ നാവ് കൊണ്ട് ഒന്ന് നക്കി ഉമിനീര് തേച്ചാണ് സ്റ്റാമ്പ് ഒട്ടിക്കുന്നത്. വിരല് നാവില് തൊട്ടിട്ട് പുസ്തകത്തിന്റെ പേജുകൾ മറയ്ക്കുക, പണം എണ്ണുക, ഉമിനീര് ഉപയോഗിച്ച് എന്തെങ്കിലും ഒട്ടിക്കുക, ഇങ്ങനെയൊക്കെ ചിലർ ചെയ്യാറുണ്ടല്ലേ? അതൊക്കെ മോശമാണ്. ലെഞ്ചോ എന്തായാലും സ്റ്റാമ്പിൽ ഉമിനീര് പുരട്ടി. എന്നിട്ട് എന്ത് ചെയ്തു? Then he affixed it on the envelope with a thumb of his fist. കയ്യിലെ പെരുവിരൽ ഉപയോഗിച്ച് സ്റ്റാമ്പിൽ അമർത്തി അത് ഒട്ടിച്ചു വെച്ചു. The moment the letter fell into the mailbox, the postmaster went to open it. Lencho dropped the letter into the mailbox. ലെഞ്ചോ കത്ത് എഴുത്തുപെട്ടിയിലിട്ടു. What did the postmaster do then? അപ്പോൾ പോസ്റ്റ് മാസ്റ്റർ എന്ത് ചെയ്തു? Yes, he ran to the mailbox in order to get the letter. കത്ത് പെട്ടിയിൽ വീണ ആ നിമിഷം തന്നെ കത്തിൽ എന്താണ് എന്നറിയാനായി ആകാംക്ഷയോടെ പോസ്റ്റ് മാസ്റ്റർ അത് തുറന്നു നോക്കാനായി അങ്ങോട്ട് ചെന്നു. എന്താണ് ലെഞ്ചോ എഴുതിയിരിക്കുന്നത്? കത്ത് വായിച്ചു നോക്കാം. Merciful God, of the money that I asked for, only 70 pesos reached me. Send me the rest, since I need it very badly. But don't send it to me through the mail, because the post office employees are a bunch of crooks. Signature Lencho. Merciful God, കാരുണ്യവാനായ ദയയുള്ള ദൈവമേ, of the money that I asked for, only 70 pesos reached me. ഞാൻ ചോദിച്ച പണത്തിൽ നിന്ന് എനിക്ക് ആകെ കിട്ടിയത് 70 pesos മാത്രമാണ്. Send me the rest. എനിക്ക് ബാക്കിയുള്ളത് കൂടി അയച്ചു തരൂ. Since I need it very badly. കാരണം എനിക്കത് വളരെ അത്യാവശ്യമാണ്. But don't send it to me through the mail. പക്ഷേ ഒരിക്കലും അത് മെയിൽ വഴി, തപാൽ സംവിധാനം വഴി, പോസ്റ്റ് ഓഫീസിലൂടെ അയക്കരുത്. Because the post office employees are a bunch of crooks. കാരണം പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാർ ഒരു കൂട്ടം കാപട്യക്കാരാണ്, പണം തട്ടിപ്പുകാരാണ്. എന്തുകൊണ്ടാണ് ലെഞ്ചോ അങ്ങനെ പറഞ്ഞത്? Lencho thinks that the post office employees have cheated him. They have stolen the money God sent to him. ദൈവം തനിക്ക് അയച്ച പണത്തിൽ നിന്നും ഒരു ഭാഗം പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാര് തട്ടിയെടുത്തു. അവർ തന്നെ പറ്റിച്ചു എന്നാണ് ലെഞ്ചോ കരുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇനി പണം അയക്കുമ്പോൾ മെയിൽ വഴി, തപാൽ സംവിധാനം വഴി അയക്കേണ്ട എന്ന് ദൈവത്തോട് ലെഞ്ചോ പറയുന്നത്. പോസ്റ്റ് മാസ്റ്ററും മറ്റുള്ളവരുമാണ് തന്നെ സഹായിച്ചത് എന്ന് ലെഞ്ചോയ്ക്ക് അറിയില്ല. ലെഞ്ചോ ഇപ്പോഴും വിശ്വസിക്കുന്നത് ദൈവമാണ് പണം അയച്ചു തന്നത് എന്നാണല്ലേ. അതുകൊണ്ടാണ് ലെഞ്ചോ അവരെ കുറ്റപ്പെടുത്തുന്നത്. ഇനി നമുക്ക് ഈ ഭാഗത്ത് വരുന്ന ചോദ്യങ്ങൾ നോക്കാം. 5 ചോദ്യങ്ങളാണുള്ളത്. ചാപ്റ്ററിന്റെ അവസാന ഭാഗത്ത്
ലെറ്റ്സ് റിവ്യൂ ദ സ്റ്റോറി, ലെറ്റ്സ് റൈറ്റ് എന്നീ 2 ആക്ടിവിറ്റീസ് കൂടിയുണ്ട്. പാഠത്തിൽ നിന്നുള്ള കൂടുതൽ ചോദ്യങ്ങളും ലെറ്റർ റൈറ്റിംഗും റിപ്പോർട്ട് റൈറ്റിംഗും ഒക്കെയാണ് അതിൽ പഠിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ആ ക്ലാസ്സിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഈ 5 ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാം. 15ാമത്തെ ചോദ്യം നോക്കൂ. Why didn't Lencho show any surprise when he got the money? പണം കിട്ടിയപ്പോൾ ലെഞ്ചോ ഒട്ടും അത്ഭുതപ്പെട്ടില്ല. എന്തുകൊണ്ടായിരിക്കാം? താൻ ചോദിക്കുന്നതൊക്കെ ദൈവം തരുമെന്ന്, തന്റെ ദൈവം സഹായിക്കുമെന്ന് ലെഞ്ചോയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു അല്ലേ? അതുകൊണ്ടാണ് പണം കണ്ടപ്പോൾ ലെഞ്ചോ അത്ഭുതപ്പെടാതിരുന്നത്. ലെഞ്ചോ didn't show any surprise when he got the money because he was sure that God would give him what he asked. Next question. What was the expectation of the postmaster? പണം കിട്ടുമ്പോൾ ലെഞ്ചോ എന്ത് ചെയ്യുമെന്നാണ് പോസ്റ്റ് മാസ്റ്റർ പ്രതീക്ഷിച്ചിരുന്നത്? Did it come true? അങ്ങനെ തന്നെ സംഭവിച്ചോ? പണം കിട്ടുമ്പോൾ ലെഞ്ചോ അത്ഭുതപ്പെട്ടു പോകുമെന്നാണ് പോസ്റ്റ് മാസ്റ്റർ കരുതിയിരുന്നതല്ലേ? പക്ഷെ അങ്ങനെ സംഭവിച്ചോ? ഇല്ല, ലെഞ്ചോക്ക് ഒട്ടും അത്ഭുതം തോന്നിയില്ല. The postmaster expected that Lencho would be surprised to see the money. പണം കാണുമ്പോൾ ലെഞ്ചോ അത്ഭുതപ്പെടുമെന്നാണ് പോസ്റ്റ് മാസ്റ്റർ പ്രതീക്ഷിച്ചത്. But it did not come true. പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല. Next question. Why was Lencho angry? ലെഞ്ചോക്ക് എന്തുകൊണ്ടാണ് ദേഷ്യം വന്നത്? പണം എണ്ണി നോക്കിയപ്പോൾ താൻ ആവശ്യപ്പെട്ട തുക മുഴുവനും ഇല്ല എന്ന് ലെഞ്ചോക്ക് മനസ്സിലായി. തന്റെ പണം നഷ്ടപ്പെട്ടത് കണ്ടപ്പോഴാണ് ലെഞ്ചോക്ക് ദേഷ്യം വന്നത്. Lencho was angry because he did not get the full amount he asked for. അയാൾ ആവശ്യപ്പെട്ട മുഴുവൻ തുകയും കിട്ടാത്തത് കൊണ്ടാണ് ലെഞ്ചോക്ക് ദേഷ്യം വന്നത്. When he counted it, he found that there was only 70 pesos. പണം എണ്ണി നോക്കിയപ്പോൾ അതിലാകെ 70 pesos മാത്രമേ ഉള്ളൂ എന്ന് ലെഞ്ചോക്ക് മനസ്സിലായി. He thought that the post office employees have stolen his money. പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാർ തന്റെ പണം തട്ടിയെടുത്തു എന്നാണ് ലെഞ്ചോ കരുതിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ആക്ഷൻസ് ഓഫ് ലെഞ്ചോ ആഫ്റ്റർ കൗണ്ടിങ് ദ മണി ആർ ഡിസ്ക്രൈബ്ഡ് ഇൻ ഡീറ്റെയിൽ. പണം എണ്ണിയതിനു ശേഷം ലെഞ്ചോ ചെയ്ത ഓരോ കാര്യങ്ങളും വളരെ വിസ്തരിച്ച്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കഥയിൽ വിവരിച്ചിട്ടുണ്ടല്ലേ? നറേറ്റ് വാട്ട് ഹി ഡിഡ് ഇൻ ദ കറക്റ്റ് ഓർഡർ. അയാൾ എന്താണ് ചെയ്തത് എന്നുള്ളത് ശരിയായ ഓർഡറിൽ ഒന്ന് പറയാമോ? യു മേ ബിഗിൻ ലൈക്ക്. നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തുടങ്ങാം. ആദ്യം ചെയ്ത കാര്യമാണ് ഫസ്റ്റ് ഹി വെന്റ് ടു ദ വിൻഡോ ടു ആസ്ക് ഫോർ പേപ്പർ ആൻഡ് ഇങ്ക്. ലെഞ്ചോ ജനലിനടുത്ത് പോയിട്ട് പേപ്പറും മഷിയും വാങ്ങുന്നു അല്ലേ? പിന്നെ എന്താണ് ചെയ്തത്? ഫസ്റ്റ് ഹി വെന്റ് ടു ദ വിൻഡോ ടു ആസ്ക് ഫോർ പേപ്പർ ആൻഡ് ഇങ്ക്. ആദ്യം പേപ്പറും മഷിയും ചോദിക്കാനായി അയാൾ ജനലിനടുത്തേക്ക് പോയി. ദെൻ ഹി സാറ്റ് അറ്റ് ദ പബ്ലിക് റൈറ്റിംഗ് ടേബിൾ ആൻഡ് സ്റ്റാർട്ടഡ് റൈറ്റിംഗ്. എന്നിട്ട് പബ്ലിക് റൈറ്റിംഗ് ടേബിളിനടുത്ത് പോയി ഇരുന്ന് എഴുതാൻ തുടങ്ങി. ആഫ്റ്റർ ഫിനിഷ്ഡ് റൈറ്റിംഗ് ഹി വെന്റ് ടു ദ വിൻഡോ ടു ബൈ എ സ്റ്റാമ്പ്. എഴുതി കഴിഞ്ഞപ്പോൾ സ്റ്റാമ്പ് വാങ്ങാനായി അദ്ദേഹം വിൻഡോയുടെ അടുത്തേക്ക് പോയി. പിന്നെ എന്താ ലെഞ്ചോ ചെയ്യുന്നത്? സ്റ്റാമ്പ് എൻവലപ്പിൽ ഒട്ടിക്കുന്നു. ഹി ലിക്ക്ഡ് ദ സ്റ്റാമ്പ് ആൻഡ് അഫിക്സ്ഡ് ഇറ്റ് ഓൺ ദ എൻവലപ്പ് വിത്ത് എ തംബ് ഓഫ് ഹിസ് ഫിസ്റ്റ്. അയാൾ സ്റ്റാമ്പിൽ നക്കുകയും അത് തൻ്റെ കയ്യിലെ പെരുവിരലുകൊണ്ട് അമർത്തി എൻവലപ്പിൽ ഒട്ടിക്കുകയും ചെയ്തു. അവസാനം ആ എൻവലപ്പ് മെയിൽ ബോക്സിൽ ഇട്ടു അല്ലേ? ഫൈനലി ഹി ഡ്രോപ്ഡ് ദ എൻവലപ്പ് ഇൻ ടു ദ മെയിൽ ബോക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാസ് ലെഞ്ചോ ഗ്രീഡി? ലെഞ്ചോ അത്യാഗ്രഹിയായിരുന്നോ? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഹൗ ഡു യു ഡിസ്ക്രൈബ് ഹിം? എങ്ങനെയാണ് നിങ്ങൾ അദ്ദേഹത്തെ വിവരിക്കുന്നത്? ആരാണ് അത്യാഗ്രഹി? നമുക്കുള്ള പണവും സൗകര്യങ്ങളും ഒന്നും പോരാ, വീണ്ടും വീണ്ടും കൂടുതലായി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് അത്യാഗ്രഹി അല്ലേ? ലെഞ്ചോ അങ്ങനെയാണോ? അല്ല അല്ലേ? ജീവിക്കാനായി കഷ്ടപ്പെടുന്ന ഒരു പാവം കർഷകനാണ്. ഐ ഡോണ്ട് തിങ്ക് ലെഞ്ചോ ഈസ് ഗ്രീഡി. ലെഞ്ചോ ഗ്രീഡിയാണ്, അത്യാഗ്രഹിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഹി ഈസ് ആൻ ഇന്നസെന്റ് മാൻ ഹു വർക്ക്സ് ഹാർഡ് ഇൻ ഹിസ് ഫീൽഡ്സ് ടു മേക്ക് ആൻഡ്സ് മീറ്റ്. മേക്ക് ആൻഡ്സ് മീറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ജീവിക്കാൻ അത്യാവശ്യമായ ഭക്ഷണം, വസ്ത്രം, അതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പണം സമ്പാദിക്കുന്ന എന്നാണ് അർത്ഥം. ലെഞ്ചോ എങ്ങനെയുള്ള ആളായിരുന്നു? ഹീസ് എൻ ഇന്നസെന്റ് മാൻ. വളരെ നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ്. ഹൂ വർക്ക്സ് ഹാർഡ് ഇൻ ഹിസ് ഫീൽഡ്സ്
ടു മേക്ക് ആൻഡ്സ് മീറ്റ്. ജീവിത ചെലവിന് അത്യാവശ്യം വേണ്ട പണം കണ്ടെത്താനായി തൻ്റെ പാടത്ത് വളരെയധികം കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഒരു നിഷ്കളങ്കനായ മനുഷ്യനാണ് ലെഞ്ചോ. 70 pesos was not enough for him to live for the whole year. ലെഞ്ചോയുടെ കൃഷിയെല്ലാം നശിച്ചില്ലേ? ഇനി ഒരു വർഷം അയാൾക്കും കുടുംബത്തിനും ജീവിച്ചു പോകണമെങ്കിൽ 70 pesos പോരാ, അത് തികയില്ല. ദാറ്റ് ഈസ് വൈ ഹി ആസ്ക്ഡ് ഗോഡ് ടു സെൻഡ് ദ റെസ്റ്റ് ഓഫ് ദ മണി. അതുകൊണ്ടാണ് ബാക്കിയുള്ള പണം കൂടി അയച്ചു തരാൻ അയാൾ ദൈവത്തോട് ആവശ്യപ്പെട്ടത്. അല്ലാതെ ലെഞ്ചോ അത്യാഗ്രഹിയൊന്നുമല്ല, അല്ലേ? കൂട്ടുകാരെ, ഈ ചാപ്റ്ററിലെ 43, 44 പേജുകളിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ആ ക്ലാസ്സിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. തുടർന്നുള്ള പാഠങ്ങളുടെ ക്ലാസ്സുകളും കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത ക്ലാസ്സിൽ കാണാം. ഗുഡ് ബൈ.